വികസന നേട്ടങ്ങൾ ഓരോന്നായി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞതുമെല്ലാം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് LDFന് ഭരണ തുടർച്ച കിട്ടും. എന്ത് സംസ്കാരം? മതി മതി മതി. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംസ്കാരം അത്? ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് ജനങ്ങൾ തരില്ല. അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം. പോയിന്റിലോട്ട് വരാം. ഇത്ര വലിയൊരു തിരിച്ചടി നിലമ്പൂരിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സമഗ്രമായിട്ടുള്ള മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ വികസിത രാഷ്ട്രീയവുമാണ് ഞങ്ങൾ ചർച്ചയാക്കിയത്. അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവിടെ 300 വോട്ട് കൂടി, ഇവിടെ 400 വോട്ട് കൂടി, ആ മറ്റേതിനേക്കാൾ ആ 15 വോട്ട് അങ്ങോട്ട് പോയില്ലേ, ഇവിടുത്തെ 22 വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുകയും സ്വാഭാവികം. അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശ്രീ VD സതീശൻ അങ്ങനെ പറഞ്ഞില്ലേ, ആ 3000 വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ M സ്വരാജ് ആണോ? നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ 9 വർഷക്കാലമായി ഭരിക്കുന്ന നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ പോലും ജയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ അമ്പെ പരാജയപ്പെടുകയല്ലേ? ഒന്ന്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ ലീഡെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് കാൻഡിഡേറ്റിന്റെ വീഴ്ചയാണോ നിങ്ങളുടെ വീഴ്ചയാണോ? ഇനി നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റിന് അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ലീഡെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റിന്റെ പരാജയമാണോ നിങ്ങളുടെ പരാജയമാണോ? അതൊന്നും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ മതി. ഇദ്ദേഹം തന്നെ പറഞ്ഞു, കുടുംബ യോഗങ്ങളിലെല്ലാം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അപ്പോൾ PR ഏജൻസികളെ കൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് നിലമ്പൂരിലെ നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലത്തിലെ ജനത തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലേ? ചാലിയാർ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഫേക്ക് ആണ്. നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഫേക്ക് ആണ്. നിങ്ങൾ പറയുന്ന ഓരോ വിഷയങ്ങൾക്കും മറുപടിയുണ്ട്. ഇപ്പൊ കുറച്ചു മുൻപ് അദ്ദേഹം പറഞ്ഞു പവർ കട്ടില്ലാത്ത കേരളമെന്ന്. ഇവിടെ ശ്രീ സജീഖ് മഞ്ഞക്കടമ്പൻ പവർ കട്ടിനൊന്നും അല്ലെങ്കിലും അദ്ദേഹം ഇരട്ടത്തായിരിക്കുന്നെന്ന് പറഞ്ഞു. പവർ കട്ടില്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന കേരളമായി നിങ്ങൾ ഈ സംസ്ഥാനത്തെ മാറ്റി. ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പറയുന്നത് ഞങ്ങൾ അടുത്ത വർഷവും വൈദ്യുതി ചാർജ് കൂട്ടും എന്നൊരു സർക്കാർ അടുത്ത 2 വർഷവും കൂട്ടുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സർക്കാർ നിങ്ങളുടെ സർക്കാരാണ്. നിങ്ങളുടെ പവർ കട്ടില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തെ അല്ല, ഓരോ മാസവും ഫാമിലി ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന നിങ്ങളുടെ വൈദ്യുതി ചാർജ് വർധനമെന്ന ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അവർ സ്വീകരിച്ചു. വെള്ളക്കരം കൂട്ടിയതിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു, അത് ജനം സ്വീകരിച്ചു. ഇവിടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു, അത് ജനം സ്വീകരിച്ചു. പിന്നെ ഇവിടെ ശ്രീ M സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അതുപോലെ ഇവരൊക്കെ പറയുന്നു എല്ലാ നിലപാടുകളും ജയിക്കണം എന്നില്ലെന്ന്. പിന്നെ എന്തിനാ മത്സരിക്കാൻ പോയെ? അപ്പൊ ഇവർ ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമാണോ നിലപാടുകളുടെ വിജയം? ബാക്കിയുള്ളവരൊക്കെ ജയിക്കുമ്പം ഈ ജനങ്ങൾക്ക് നിലപാടില്ലാത്തവരാണ്. നിങ്ങളിങ്ങനെ നിരന്തരമായി ജനങ്ങളെ വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ജനം അതിനോട് റിയാക്ട് ചെയ്യും. നിങ്ങൾ ജയിച്ചാൽ മാത്രമാണ് നിലപാട്. നിങ്ങൾ ആരാണ് ഈ നിലപാട്? ഇപ്പൊ ഇവിടെ പറയുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ നിലപാടിനെ പറ്റി. എന്ത് നിലപാടാണ്? പാർട്ടിക്കൊപ്പം ഉള്ള നിലപാടല്ലാതെ ഏത് നിലപാടാണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞു തന്നേ. മലപ്പുറം ജില്ലയെ ആദ്യം VS പറഞ്ഞു അവിടുത്തെ കുട്ടികൾ പരീക്ഷയ്ക്ക് പാസ്സാകുമ്പോൾ കോപ്പി അടിച്ച് ജയിച്ചാണെന്ന് പറഞ്ഞു. ആ ജില്ലക്കാരൻ കൂടിയായി നിലപാടിന്റെ രാജകുമാരൻ കമായൊന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകളെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞ് ആ ജില്ലയെ പിന്നെയും ആക്ഷേപിച്ചു. ഈ നിലപാടിന്റെ രാജകുമാരൻ കമായൊന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? അവര് ജില്ലയെ സ്വർണ്ണക്കടത്തുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. മുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കേസിനകത്ത് പ്രതിയായ സ്വപ്ന സുരേഷ് മലപ്പുറം ജില്ലക്കാരിയാണോ? ജയിലിൽ കിടന്ന ശിവശങ്കരൻ മലപ്പുറം ജില്ലക്കാരനാണോ? എന്നിട്ടും ആ ജില്ലയെ ആക്ഷേപിച്ചു. അന്നേരം ഈ നിലപാടിന്റെ രാജകുമാരൻ കമാ എന്നൊരു അക്ഷരം മിണ്ടിയോ? ഇനി അദ്ദേഹം ഇവിടെ പറയുകയാണ് ഇവിടെ SDPയുടെ വോട്ട് കുറഞ്ഞു. എന്റെ പൊന്നു സഹോദരൻ, SDPയുടെയും RSSന്റെയും CPMന്റെയും ഒക്കെ വോട്ട് കുറച്ച് ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി. അതല്ലാതെ CPMന് വോട്ട് കൂടുതൽ പിടിച്ചു തരികയും SDPക്ക് കൂടുതൽ വോട്ട് പിടിച്ചു തരികയും RSSന് കൂടുതൽ വോട്ട് പിടിച്ചു തരികയും ചെയ്യുന്നത് ഞങ്ങളുടെ പണിയല്ല. അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോണം. അതല്ലാതെ നിങ്ങളുടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പറഞ്ഞല്ലോ ശ്രീ സ്വരാജിന് ജയിക്കണമെങ്കിൽ സുഡാപ്പികളുടെ വോട്ട് വേണം. അദ്ദേഹത്തിന്റെ ഭാഷയാണ്. RSSകാരന് സംഘികളുടെ വോട്ട് വേണം, എല്ലാവരുടെയും വോട്ട് വേണം എന്ന് നിങ്ങളുടെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പ്രസംഗിച്ചതുപോലെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. SFIക്കാരനായ നേതാവിനെ കൊന്ന പ്രസ്ഥാനമാണ് PDPയുടെ രാഷ്ട്രീയ പാരമ്പര്യം നമുക്കറിയാലോ. ആ PDPയെ നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിർത്തിയിട്ട് നിങ്ങൾക്കൊപ്പം നിന്ന് വോട്ട് പിടിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ നാട്ടിലിറങ്ങിയിട്ട് മതേതരത്വം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചില്ലറ ഉളുപ്പൊക്കെ വേണ്ടേ? ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന വെൽഫെയർ പാർട്ടി നിങ്ങളും തമ്മിൽ തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടായിരുന്നു 22 പഞ്ചായത്തിൽ.
എന്നിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ പിൻവലിച്ചതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികൾ നിങ്ങൾക്ക് അങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാം വിശുദ്ധർ. ആ പരിപാടിയൊന്നും ജനങ്ങളുടെ മുന്നിൽ ചെലവാകാത്തതുകൊണ്ടാണ് ജനങ്ങൾ മുഖമടച്ച് നിങ്ങൾക്ക് ശിക്ഷ തന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിനെ തോറ്റു എന്ന് പറയുന്നത്? പുതുപ്പള്ളി നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു. പുതുപ്പള്ളി കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു ന്യായം പറയും, തൃക്കാക്കര കഴിയുമ്പോൾ വേറൊരു ന്യായം പറയും, പാലക്കാട് കഴിഞ്ഞപ്പോൾ ഒരു ന്യായം പറഞ്ഞു, വയനാട് കഴിഞ്ഞപ്പോൾ ഒരു ന്യായം പറഞ്ഞു, ഇപ്പൊ ഇതാ നിലമ്പൂർ കഴിയുമ്പോഴൊരു ന്യായം പറയും. മാധ്യമപ്രവർത്തകരെ ദ്രോഹിക്കുന്നില്ലേ? പൊതുപ്രവർത്തകരെ ദ്രോഹിക്കുന്നില്ലേ? ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ഇത്രയേറെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിനെ കേരളീയ പൊതുസമൂഹം ഇനിയും സഹിക്കുമെന്ന് ശ്രീമതി നിഷ ഒരു ചർച്ചയുടെ നിഷ്പക്ഷതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ പറഞ്ഞു. പക്ഷെ കേരള ജനത അത് സഹിക്കാൻ തയ്യാറല്ലെന്നേ. ഈ നാട്ടിൽ വെള്ളക്കരം കൊടുക്കുന്ന ഒരാള്, ബസ് ചാർജ് കൊടുക്കുന്ന ഒരാള്, ഈ നാട്ടിൽ വൈദ്യുതി ചാർജ് കൊടുക്കുന്ന ഒരാള്, ഈ നാട്ടിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാള്, അങ്ങനെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്ക് ഈ സർക്കാരിന് വോട്ട് ചെയ്യാൻ ഒരു കാരണമുണ്ടോ? ഒരൊറ്റ കാരണം. എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വോട്ട് വാങ്ങാനുള്ളത്? പിന്നല്ലാതെ ആകെ ഉണ്ടായിരുന്നത് ഒരു ദേശീയ ഹൈവേ മാത്രമാണ്, നാഷണൽ ഹൈവേ. അത് കേരളത്തിൽ മാത്രമുള്ള പ്രോജക്റ്റ് അല്ല, രാജ്യത്ത് എല്ലായിടത്തുമുള്ള ഒരു പ്രോജക്റ്റ്. അത് പറഞ്ഞ് വോട്ട് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ റോഡ് പൊളിഞ്ഞത്. റോഡ് പൊളിഞ്ഞതിന് ശേഷം അതിനൊരു പിതൃത്വവും ഇല്ല. പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ആളുകൾ എന്താ ചെയ്തത്? BJP സേഫ് ഗാർഡ് ചെയ്യുന്ന പണിയല്ലേ ചെയ്തത്? ഇതിന്റെ നിർമ്മാണത്തിൽ വീഴ്ചയുണ്ട്. ആ നിർമ്മാണത്തിന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനല്ലേ? ആ കേന്ദ്ര സർക്കാരിനെ ഒറ്റ വരി കൊണ്ട് വിമർശിക്കുവാൻ പോലും തയ്യാറാകാത്ത പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റിനെ, ആ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റിനെയൊക്കെ നിലമ്പൂർ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇദ്ദേഹം പറഞ്ഞു CM സ്വരാജിനെ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഞാൻ ആക്ഷേപിച്ചു എന്ന്. ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, ഞാൻ വിമർശിക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് മുൻപും വിമർശിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിലപാടുകളുടെ രാജകുമാരനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിമർശിക്കുകയാണ് ചെയ്തത്. ഈ CM സ്വരാജ് അങ്ങനെ വിമർശിക്കാൻ പാടില്ലാത്ത വലിയ വിഗ്രഹമാണെന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടായിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. വലിയ ബുദ്ധിജീവിയാണെന്ന് പറയുന്നത്. ഇന്ന് പറഞ്ഞ എന്താ? ഇന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി ജന്മനാട്ടിൽ തോറ്റിട്ടില്ലേ എന്നാ. അമേഠി രാഹുൽ ഗാന്ധിയുടെ ജന്മനാടാണോ? ഇനി അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ. പണ്ട് ശിവസേന എന്ന് പറഞ്ഞാൽ ശിവന്റെ സേനയാണെന്ന് പറഞ്ഞു, പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ വിമർശിക്കുമ്പോ അപ്പോഴത്തേക്കിന് അയ്യോ ആക്ഷേപിച്ചേ എന്ന് പറഞ്ഞിട്ട് ചാടിക്കേറി അയ്യോ ആക്ഷേപമാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് പരിചയം തീർത്തിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ നിങ്ങളെ വിമർശിക്കും, ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ പലിശ സഹിതം തിരിച്ചു തരും. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ നഷ്ടപ്പെടാത്ത സാഹചര്യവും 9 വർഷമായിട്ട് തുടർച്ചയായി ഞങ്ങൾ ഭരിക്കുന്ന കാര്യവും വികസന നേട്ടങ്ങൾ ഓരോന്നായി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞതുമെല്ലാം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് LDF-ന് ഭരണ തുടർച്ച കിട്ടും. കേരളത്തിൽ വട്ടപൂജ്യം എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചവരാണ് നിങ്ങൾ എല്ലാവരും. ആ കുറവിൽ നിന്ന്, പോരായ്മയിൽ നിന്ന്, പിന്നോക്കാവസ്ഥയിൽ നിന്ന് വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് തന്നെയാണ്, വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ റീൽസ് ഇട്ടിട്ടുണ്ട് എങ്കിൽ ആ റീൽസ് എന്നോടാണോ? പിണറായി വിജയൻ എടുത്തതുപോലെ കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് ഓരോരുത്തർക്ക് മാസം 89,000 90,000 രൂപ ശമ്പളം കൊടുത്തിട്ടൊന്നും അല്ലല്ലോ, കേരള ഖജനാവിൽ നിന്ന് എടുത്തിട്ടുള്ള പണം കൊണ്ടല്ലല്ലോ ഞങ്ങൾ റീൽസ് ഇടുന്നത്. ഞങ്ങൾ റീൽസ് വിടും, ഞങ്ങൾ റിയലായി വീടും കയറും. ആക്ഷേപം ഇപ്പോഴും നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വെറും 6 ലക്ഷം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റും 84 ലക്ഷം കൊടുക്കുന്ന സിദ്ധരാമയ്യ കർണാടകത്തിലും. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് ജനങ്ങൾ തരില്ല. അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ തിരുത്തണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം നിങ്ങൾ സ്വപ്നം കണ്ടോ? സ്വപ്നം കാണുമ്പോൾ നല്ല രൂപത്തിൽ തന്നെ സ്വപ്നം കണ്ടോ തന്നെ പോയാൽ മതി. ജനങ്ങൾ എന്ത് സംസ്കാരാണ്, എന്ത് സംസ്കാരം. മതി. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംസ്കാരം അത്? ഉളുപ്പുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ സംസ്കാരം ഒന്നും പഠിപ്പിക്കേണ്ട, നമുക്കറിയാലോ. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരം എന്ത്, LDF ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരം എന്ത്, ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. ദയവായി ശ്രീ അരുൺകുമാർ സഹകരിക്കണം. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യട്ടെ. ഇവരൊക്കെ ജനങ്ങൾ എക്സ്പോസ്ഡ് ആകുന്നത്, ഇവരുടെ രാഷ്ട്രീയം എക്സ്പോസ്ഡ് ആകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല. ഇവരുടെ ഇൻടോളറൻസ് ഒക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല. അതുകൊണ്ട് അവർക്ക് പരമാവധി സമയം കൊടുത്താൽ മതി. അവരെ ജനങ്ങൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, ജനങ്ങളുടെ മുന്നിൽ അവർ എക്സ്പോസ്ഡ് ആകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. CPM-ന് വേണ്ടി വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ പറയുന്നതല്ലോ ഞങ്ങളുടെ സ്ട്രാറ്റജി. ഞങ്ങളുടെ സ്ട്രാറ്റജിയൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ആ സ്ട്രാറ്റജി ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വെക്കും. ജനങ്ങൾ അത് സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഇങ്ങനെയൊക്കെ ആളുകളെ തമ്മിൽ കുത്തിത്തിരിച്ചിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? വളരെ കറക്റ്റ്. ഞങ്ങൾ കൂടുതൽ ഈ വിജയത്തിൽ കൂടുതൽ വിനയാന്വിതരായി ജനങ്ങൾക്കിടയിലേക്ക് പോകും. അവിടെ റിയലായി ഞങ്ങൾ പോകും. ആ റിയലായി പോകുന്നതിന്റെ വേണ്ടി വന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കിയിട്ട് റീൽസും ഇടും. എന്തായാലും പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തിട്ട് റീൽസ് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.